6 മാസം കൊണ്ട് 1000 കോടി സ്വപ്ന നേട്ടവുമായി മലയാള സിനിമ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചരിത്രത്തിലാദ്യമായി 1000 കോടി എന്ന സ്വപ്ന നേട്ടത്തിന് തൊട്ടരികെ മലയാള സിനിമ. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 985 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ മോളിവുഡ് ഈ മാസം ടർബോ, ഗുരുവായൂരമ്പല നടയിൽ തുടങ്ങിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നതോടെ വരുമാന നേട്ടത്തിൽ 1000 കോടി പിന്നിടും. ഇന്ത്യൻ സിനിമയിൽ 2024 ഗ്രോസ് കളക്ഷന്റെ 20% മലയാള സിനിമയിൽ നിന്നാണ്. ബോളിവുഡിന്റെ വിഹിതം 38% മാത്രം. 2018 രോമാഞ്ചം, കണ്ണൂർ സ്ക്വാഡ്, RDX, നേരെ എന്നീ വിജയ ചിത്രങ്ങൾ പിറന്ന കഴിഞ്ഞ വർഷം 500 കോടിയോളമായിരുന്നു മലയാള സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഈ കൊല്ലം 6 മാസം കൊണ്ട് വെറും 8 സിനിമകളിലൂടെയാണ് 1000 കോടിയിലേക്ക് എത്തിയത്. അടുത്തിടെ 100 കോടി കടന്ന സിനിമകളുടെ വരുമാനത്തിൽ നല്ലൊരു പങ്കും കേരളത്തിന് വെളിയിൽ നിന്നാണ്. 100 കോടിയോളം രൂപയാണ് ഡബ്ബ് ചെയ്യാത്ത പ്രദർശനത്തിനെത്തിയ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും വാരിയെടുത്തത്. അമേരിക്കയിൽ ആദ്യമായി $1 ദശലക്ഷം നേടിയ ഈ സിനിമ കർണാടകയിലും 10 കോടിക്കടുത്ത് നേടി. അക്ഷയ് കുമാറിനും മോഹൻലാലിനും ശരത് കുമാറിനുമൊപ്പം കണ്ണപ്പയിൽ പ്രഭാസും. വിഷ്ണു മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിൽ പ്രഭാസും അതിഥി താരമായിട്ടാണ് പ്രഭാസ് എത്തുന്നത്. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ അക്ഷയ് കുമാർ, മോഹൻലാൽ, ശരത് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. 100 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നത്. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത്. വിഷ്ണു മഞ്ജുവിന്റെ 7 വർഷത്തെ മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് കണ്ണപ്പയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. ഹോളിവുഡ് ഛായാഗ്രാഹകൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത്. കെച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. കണ്ണപ്പയിൽ പരമശിവന്റെ വേഷത്തിലാവും പ്രഭാസ് എത്തുകയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കണ്ണപ്പ എന്ന ഹാഷ്ടാഗൊപ്പം ഹർ ഹർ മഹാദേവ എന്ന ക്യാപ്ഷനോടെയാണ് വിഷ്ണു മഞ്ജു കഴിഞ്ഞ വർഷം പ്രഭാസ് ചിത്രത്തിനുണ്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചത്. പ്രഭാസിനൊപ്പം മോഹൻലാൽ ഒറ്റ ഫ്രെയിമിൽ വരുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളി സിനിമാ പ്രേമികൾ. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് കണ്ണപ്പ. മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കുന്നത്. മണിശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ബോളിവുഡ് താരം അക്ഷയ് കുമാറിന്റെയും ആദ്യം തെന്നിന്ത്യ ചിത്രമാണിത്. ഗില്ലി കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. 15 വർഷങ്ങൾക്ക് ശേഷം റിലീസിനൊരുങ്ങി അടുത്ത വിജയ് ചിത്രം. 20 വർഷത്തിന് ശേഷം റിലീസിലൂടെ വന്നത് തിയേറ്ററുകളെ ഇളക്കിമറിച്ച വിജയ് ചിത്രമാണ്. ഗില്ലി വിജയ്ക്ക് മാസ് ഹീറോ പരിവേഷം നൽകിയ സിനിമകളിൽ ഒന്നായിരുന്നു. ഈ ചിത്രം 2004 റിലീസായി തമിഴിലെ ആദ്യ 50 കോടി ചിത്രമായി മാറിയ ഗില്ലി 20 വർഷത്തിന് ശേഷം റീമാസ്റ്റർ ചെയ്തായിരുന്നു പുറത്തിറക്കിയത്. ഇപ്പോൾ ഗില്ലിക്ക് പിന്നാലെ മറ്റൊരു വിജയ് ചിത്രം കൂടി റിലീസിന് ഒരുങ്ങുകയാണ്. എസി മുകിലിന്റെ തിരക്കഥയിൽ പ്രഭുദേവ സംവിധാനം ചെയ്ത വില്ല് ആണ് അടുത്തതായി റിലീസ് എത്തുന്നത്. വിജയുടെ 50ാം പിറന്നാളിന്റെ ഭാഗമായി ജൂൺ 21-നാണ് ചിത്രം തിയേറ്ററിൽ എത്തുക. 15 വർഷങ്ങൾക്ക് മുമ്പ് 2009-ൽ തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് വില്ല്. വിജയ് അച്ഛനും മകനുമായി ഇരട്ടവേഷത്തിൽ എത്തിയ ചിത്രത്തിന് നയൻതാരയായിരുന്നു നായികയായി എത്തിയത്. നയൻതാരയ്ക്ക് പുറമെ ഗീതാ പ്രകാശ്, രാജ്, വടിവേലു, മനോജ് കെ ജയൻ, ദേവരാജ്, ശ്രീറാം, ആനന്ദ് രാജ് എന്നിവരും ചിത്രത്തിൽ ഒന്നിച്ചെത്തിയിരുന്നു. വിജയുടെ ഗില്ലി റിലീസായി ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും 20 കോടിക്ക് അടുത്തായിരുന്നു ചിത്രം നേടിയെടുത്തത്. ഈ വർഷത്തിറങ്ങിയ മറ്റ് തമിഴ് സിനിമകളേക്കാൾ വലിയ കളക്ഷനായിരുന്നു ഇത്. ഒപ്പം ഇന്ത്യയിൽ റിലീസ് ചെയ്ത സിനിമകളിൽ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിലും ഗില്ലി ഇടം നേടിയിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.